രാജ്യത്തുടനീളം ക്രൈസ്തവർക്കും ക്രൈസ്തവ ദേവാലയങ്ങൾക്കും നേരെ ആക്രമണങ്ങൾ നടക്കി. സംഘപരിവാറിന്റെ പിന്തുണയോടുകൂടിയാണ് ഈ ആക്രമണങ്ങൾ നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ജബൽപൂരിൽ ഫാദർ ഡേവിസ് ഉൾപ്പെടെയുള്ളവർ ആക്രമിക്കപ്പെട്ടത്. പള്ളികളിൽ തീർത്ഥാടനത്തിന് വന്ന സംഘം ജബൽപൂരിൽ അച്ഛന്റെ പള്ളിയിൽ സന്ദർശിച്ച് മടങ്ങിപ്പോകുന്ന വഴിക്കാണ് അവരെ ഒരു സംഘം സ്ത്രീകളെ ഉൾപ്പെടെയുള്ളവരെ ആക്രമിക്കുകയും ചെയ്തത്. ആ സംഭവ സ്ഥലത്ത് ചെന്ന അച്ഛനും ഒരു വികാരിയും ക്രൂരമായി ആക്രമിക്കപ്പെട്ടു. ഈ സംഭവം തന്നെയാണ് ഒഡീഷയിൽ നടന്നത്. പള്ളിയിൽ കയറി 300ഓളം പോലീസുകാർ അച്ഛനെയും വികാരിയച്ഛനെയും സഹവികാരിയെയും ക്രൂരമായി ആക്രമിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ BJP ഭരിക്കുന്ന UP-യിൽ ഉൾപ്പെടെ നിരവധി വൈദികർ ജയിലുകളിലാണ്. പരാതിയുമായി ചെന്നു കഴിഞ്ഞാൽ അതാത് സംസ്ഥാനങ്ങളിൽ നിലവിലുള്ള ആന്റി കൺവേർഷൻ മതപരിവർത്തന വിരുദ്ധ നിയമം അനുസരിച്ച് ഇവർ മതപരിവർത്തനം നടത്തിയെന്ന് പറഞ്ഞ് ഇവരെ അത് കേസിൽപ്പെടുത്തി ജയിലിലിടുകയാണ്. പ്രാർത്ഥനാ കൂട്ടായ്മകൾ തടസ്സപ്പെടുത്തുകയാണ്. ക്രൈസ്തവ ദേവാലയങ്ങളിൽ ചെന്ന് വിശുദ്ധരുടെ പ്രതിമകൾ നീക്കം ചെയ്യണം എന്നാവശ്യപ്പെടുകയാണ്. രാവിലെ സ്കൂൾ തുടങ്ങുമ്പോഴുള്ള ക്രൈസ്തവ പ്രാർത്ഥനകളൊന്നും പാടില്ല, ജയ് ശ്രീറാം വിളിക്കണം എന്ന് നിർദ്ദേശിക്കുക. RSSന്റെ മുഖപത്രമായ ഓർഗനൈസറുടെ വെബ് പോർട്ടലിൽ വന്ന ലേഖനം അത് വഖഫ് ബില്ല് കഴിഞ്ഞു, ഇനി ക്രൈസ്തവരുടെ നേരെ നോക്കാം. അവർക്ക് 7 കോടി ഹെക്ടർ സ്ഥലം 226 കോടി ഏക്കർ അവരുടെ കയ്യിലുണ്ട്. അത് ബ്രിട്ടീഷുകാര് പാട്ടം കൊടുത്തതാണ്, അത് തിരിച്ചു പിടിക്കണം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഞങ്ങൾ ഇത് നേരത്തെ മുന്നറിയിപ്പ് നൽകിയത് വഖഫ് ബില്ല് വന്നതുപോലെ തന്നെ ചർച്ച് ബില്ല് വരും. ആദ്യം മുസ്ലിം സമുദായത്തിന്റെ, അതിനുശേഷം ക്രൈസ്തവരുടെ നേതൃത്വം.